എന്താ തിരുവോണം എന്ന് പറഞ്ഞാൽ? എന്താ തിരുവോണം എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. മഹാബലി ഭഗവാനോട് അങ്ങനെ അഭ്യർത്ഥിച്ചു, ഭഗവാനെ കൊല്ലത്തിൽ ഒരു 10 ദിവസം എനിക്ക് എൻ്റെ പ്രജകളൊക്കെ ഒന്ന് പോയി കണ്ട് ഉമ്മ വെക്കണം. എന്നിട്ട് അതിനൊരു ഒഴിവ് കൊടുക്കുക 10 ദിവസം. എന്നിട്ട് മഹാബലി ഇവിടെ വരുന്നതാ. കഷ്ടം, തിരുവോണായ പത്രത്തിലൊക്കെ കാണാം ഒരു ഗേസ്ട്രബിളുള്ള ഒരാൾ. ആരെ? ബലി. അയാൾക്കാണ് ഈ പാവം ആ വാമൻ്റെ മുമ്പിൽ കുഞ്ഞു നിൽക്കാൻ പറ്റില്ല ഈ ഗേസ്ട്രബിളുള്ളതുകൊണ്ട്. ആരാ പറഞ്ഞത് ബലിക്ക് ഗേസ്ട്രബിൾ ഉണ്ടെന്ന്? നല്ല അസല്, നല്ല യുവത്വമുള്ള, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം, ബലി. ഗേസ്ട്രബിളുള്ള ആളൊന്നല്ല. പിന്നെ തിരുവോണം ആഘോഷിക്കുന്നത് മഹാബലിയെ പൂജിക്കാനും അല്ല. ചിന്തിക്കുക, നമ്മളൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന്. ബലി എന്ന ആ മഹാപുരുഷൻ നമുക്ക് തന്ന സന്ദേശം നമ്മൾ മറന്നുപോയി. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഭാഗമാണിത് ഭാഗവതത്തിലെ. ഭാഗവതം മാത്രമല്ല, ഒരു പുരാണത്തിലും ഭാഗവതത്തിലില്ല പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയെന്ന്. ഇതിനേക്കാളും നല്ല അസലായിട്ട് ഇതിൻ്റെ തത്വം പറയും ദേവി ഭാഗവതത്തിൽ. അവിടെയും പറയും സുതലത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന്. വിഷ്ണു പുരാണത്തിലില്ല. നമ്മുടെ പ്രസിദ്ധങ്ങളായ പ്രമാണ ഗ്രന്ഥങ്ങളിൽ എവിടെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നില്ല. പിന്നെ എവിടുന്നാ ഈ തോന്നിയാസം വന്നത്? മാവേലി നാട് വാണിയിടുങ്കാരം മനുഷ്യരൊക്കെ ഇങ്ങനെയായിരുന്നു അത്രേ. ഒരു വല്ലാത്ത വേലിയായിപ്പോയത്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളി വചനം. ആര് പറഞ്ഞു? ഇവിടെ ശ്ലോകമുണ്ട് കള്ളം പറഞ്ഞോളാൻ പറയണ. സ്ത്രീഷു നർമ്മ വിവാഹച്ച വൃത്യർത്ഥ പ്രാണസങ്കടെ ഗോ ബ്രാഹ്മണാർത്ഥ ഹിംസായാം നാനൃതം സ്യാൽ ജുഗുപ്സിതം. നോണ പറഞ്ഞോളൂ ബലി, നമുക്കങ്ങനെ നിയമമുണ്ടല്ലോ എന്ന് പറഞ്ഞ ശ്ലോകം എടുത്തു പറഞ്ഞത് അതുകൊണ്ടാ. അന്ന് നോണ പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. അതുകൊണ്ട് ആദ്യം ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഒരു 100-200 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത്, 100-200 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് ഏതെങ്കിലും ഒരു കവിയുടെ മനസ്സിൽ തോന്നിയ വികലമായ കവിതയല്ല നമുക്ക് പ്രമാണം. ഒന്നുകൂടി പറയാം, ഒരു 200 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് ഏതോ ഒരു കവിയുടെ മനസ്സിൽ തോന്നിയ വികലമായ ഒരു കവിതയല്ല നമുക്ക് പ്രമാണം. മറിച്ച് ഋഷീശ്വരന്മാരാവണം നമുക്ക് പ്രമാണം. ബലിയെക്കുറിച്ചാണോ നമ്മൾ തിരുവോണം ആഘോഷിക്കണത് എങ്കിൽ ഭാഗവതമാണ് അതിന് പ്രമാണം. ആ കഥ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇനി അല്ലേ ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അല്ലേ വിഷ്ണു പുരാണത്തിലുണ്ട്, അതെടുത്ത് പഠിക്കൂ. അല്ലാണ്ട് തെങ്ങും ചാരി നിൽക്കുന്ന സാംസ്കാരിക നായകന്മാരല്ല നമ്മുടെ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കേണ്ടത്. ഒരു ശാസ്ത്ര ജ്ഞാനവുമില്ലാത്ത മന്ത്രിമാരല്ല നമ്മുടെ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കേണ്ടത്. ശാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ശാസ്ത്രത്തെ നേരാവണ്ണം പഠിച്ച് ധരിച്ച് ഉറപ്പിച്ച് ആചാര്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്താ തിരുവോണം എന്ന് പറഞ്ഞാൽ? ഭാഗവതത്തിലെ നല്ല വെടുപ്പായിട്ട് ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രധാരാദ്യാശ്ചക്രുത്ത ജന്മദക്ഷിണം. ശ്രോണായാം ശ്രവണദ്വാദശ്യാം, ശ്രാവണ മാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ. ശ്രോണയാണ് ഓണായത്. ഒന്നും നേരാവണ്ണം പറയുന്ന സ്വഭാവം നമുക്കില്ലല്ലോ. ശ്രാദ്ധം നമ്മളെന്താ പറയുക? ചാത്ത. എന്ത് ചാത്തനാണാവോ? ശൃംഖല നമ്മളെന്താ പറയുക? ചങ്ങല. ഒന്നും വെടുപ്പായി പറഞ്ഞ ശീലം നമുക്കില്ല. അത് അങ്ങനെ പോയത് എന്ത്? ശ്രോണയാണ് ഓണമായത്. ശ്രോണായാം, ഈ സമയത്ത് നല്ല അസല അഭിജിത്ത് എന്ന് പറയുന്ന മുഹൂർത്തത്തിൽ ആര് ജനിച്ചു? സർവേ എല്ലാ നക്ഷത്രങ്ങളും ശുഭകരമായിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഭഗവാൻ വാമനമൂർത്തി അവതരിച്ചു. അതാണ് തിരുവോണം. ആ ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. നമ്മുടെയൊക്കെ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കി ഈശ്വര പദവിയിലേക്ക് നമ്മളെ ഉയർത്താനുള്ള ഒരു സുദിനം.
പാതാളത്തിലേക്കല്ല മാറ്റിയത്, സുതലത്തിലേക്കാണ്. മാത്രമല്ല കേരളത്തിലല്ല ബലി. ബലി കേരളത്തിലല്ലേ? ആര് പറഞ്ഞു? 14 ലോകങ്ങളും ഭരിച്ച ബലിക്ക് കേരളം എത്ര പോകുന്നത്? കേരളം. പിന്നെ കച്ച് എന്ന് പറയുന്ന ദേശത്താണ് യജ്ഞം രക്ഷിച്ചിരുന്നത്. കച്ച് എന്ന് പറഞ്ഞ ദേശം ഗുജറാത്തിലാ. ചിന്തിക്കുക അതൊക്കെ. ബലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ബലി എന്ന് പറഞ്ഞ അർത്ഥം ത്യാഗി എന്നാണ്. ത്യാഗം. എങ്ങനെ അദ്ദേഹം മഹാബലിയായത്, മഹാത്യാഗിയായത് എങ്ങനെയാ? ഈശ്വരനെ കിട്ടാൻ വേണ്ടി ഭഗവാനെ പറയണ ശ്രദ്ധിക്കണേ. ഇനി പറയുന്ന ഭാഗമാണ് നമ്മുടെ ഓണത്തിൻ്റെ മുഖ്യമായ കാതലായ വശം. ഭഗവാനെ നേടാൻ വേണ്ടി, ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി യജ്ഞം ദീക്ഷിച്ചിരുന്നു. ആര്? ആ മഹാത്മാവ്. ആ ഭഗവാൻ മുന്നിൽ വന്ന ആ ഭഗവാന് അദ്ദേഹം തൻ്റെ സർവ ഐശ്വര്യങ്ങളെയും ഭഗവാന്റെ കാൽക്കൽ അദ്ദേഹം വെച്ചു. തൻ്റെ ജീവിതം കൊണ്ട് എന്തെല്ലാം താൻ നേടിയിട്ടുണ്ടോ അതെല്ലാം ഭഗവാന്റെ കാൽക്കൽ വെച്ചു ആ മഹാപുരുഷൻ. തൻ്റെ രാജ്യം, തൻ്റെ പദവി, തൻ്റെ പ്രമാണം, തൻ്റെ സർവം, തൻ്റെ സമ്പത്ത്, തൻ്റെ ഭാര്യ, മക്കൾ, ഒന്ന് വേണ്ട എല്ലാത്തും. എന്തിനധികം തനിക്ക് സർവശ്രേയസ്സും നിശ്രേയസത്തിലേക്കും തനിക്ക് വഴികാട്ടിയായ തൻ്റെ ഗുരുവിനെ പോലും അദ്ദേഹം ത്യജിച്ചു. എന്തിനു വേണ്ടി? ഭഗവാനെ നേടാൻ വേണ്ടി. ഗുരുവിനെ നിന്ദിക്കാൻ പാടില്ല എന്നാ. പക്ഷേ തെറ്റ് ചെയ്യാൻ ഗുരു പ്രേരിപ്പിച്ചാൽ പോലും ആ ഗുരുവിനെ സ്വീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഭഗവാനെ നേടാൻ വേണ്ടി നോക്കൂ, എന്തെല്ലാം കളയേണ്ടി വന്നാലും അദ്ദേഹം ഒടുക്കം എന്തു ചെയ്തു? തന്നെ ഒടുവിൽ സമർപ്പിച്ചു. തൻ്റെ സർവ ഐശ്വര്യങ്ങളെയും അദ്ദേഹം സമർപ്പിച്ചു. രാജ്യം, കൊട്ടാരം, പദവി, 14 ലോകങ്ങൾ എന്ന് വേണ്ട, താൻ എന്തെല്ലാം നേടിയിട്ടുണ്ടോ ഒടുവിൽ ഗുരുവിനെ അദ്ദേഹം ത്യജിച്ചു ഭഗവാനെ നേടാൻ വേണ്ടി. പോരാ, ഒടുവിൽ അദ്ദേഹം തന്നെ ഭഗവാനെ സമർപ്പിച്ചു.